നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നത് ധനസ്ഥിതി ഭദ്രമാണെന്നാണ്. 5 മാസമായി 5 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ചെക്ക് മാറില്ല ഖജനാവിൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കും 5 ലക്ഷം താഴെയുള്ള ചെക്ക് മാറുമെന്ന്. അത് മേടിച്ചു വെക്കും, പിന്നെ തരാന്ന് പറയും. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് കേരളത്തിന്റെ ഖജനാവിൽ. ഇതെല്ലാം സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 12 മാസമായി 12 മാസം 1ാം സ്ഥാനം വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല വിലക്കയറ്റത്തിൽ. അതിൽ മാർക്കറ്റിൽ ഇടപെടണം. വിലക്കയറ്റം കുറയ്ക്കണമെങ്കിൽ സ്വാഭാവികമായ വിലക്കയറ്റവും കൃത്രിമമായ വിലക്കയറ്റവും ഉണ്ട്. അപ്പോഴാണ് ഗവൺമെന്റ് വേണ്ടത്, സർക്കാർ ആക്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് സർക്കാർ മാർക്കറ്റിൽ ഇടപെടണം. മാർക്കറ്റിൽ ഇടപെടേണ്ട ഏജൻസിയായ സപ്ലൈകോയ്ക്ക്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ഗവൺമെന്റ് കൊടുക്കാനുള്ളത് കോടികളാണ്. അവരെങ്ങനെ ഇടപെടും? ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല, മരുന്നപ്പോൾ പുറത്തേക്ക് എഴുതി തരും. കാരണം എന്താ? മരുന്ന് സപ്ലൈ ചെയ്യുന്ന മരുന്ന് കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. KSRTC ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 47,000 ജീവനക്കാർ. ഇപ്പൊ എത്രയാണെന്നറിയാം? 22,000. കാരണം 5,000 ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് 2,000 ഷെഡ്യൂളായി കുറഞ്ഞു. സാധാരണക്കാരന്റെ വാഹനം അവസാനിക്കാറായി. KSRTC പെൻഷൻകാർക്ക് പെൻഷൻ പോലും കൊടുക്കാൻ പറ്റുന്നില്ല. വാട്ടർ അതോറിറ്റി കടത്തിലേക്ക് കൂപ്പുകുത്തുന്നു. വൈദ്യുതി ബോർഡ് നമ്മുടെ കാലത്ത് ലാഭത്തിലാക്കി. 22 പൈസ ഒരു യൂണിറ്റിന് കുറച്ചു കൊടുത്തു. ആദ്യമായി നമ്മൾ ലാഭത്തിലാക്കിയ വൈദ്യുതി ബോർഡിന്റെ ഇപ്പോഴത്തെ കടം എത്രയെന്നറിയാമോ? ഞെട്ടരുത്, 50,000 കോടി. അത്രേ പറ്റുള്ളൂ. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. 5ാമത്തെ പ്രാവശ്യം കൂട്ടാൻ കൊടുത്തിരിക്കുക. ഇതൊക്കെ ആരുടെ തലയിലേക്കാണ് വരുന്നത്? നിങ്ങൾ വീട്ടമ്മമാർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. 2 വർഷം മുമ്പ് നിങ്ങളുടെ ഇടത്തരം, വലിയ പണക്കാരൊന്നുമല്ല, ഇടത്തരം കുടുംബത്തിലെ ചെലവ് ഈ 2 വർഷം കൊണ്ട് 20,000 രൂപയെങ്കിലും വർദ്ധിച്ചിട്ടുണ്ട്. ആരുടെയെങ്കിലും വരുമാനം കൂടിയിട്ടുണ്ടോ? ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്കും കൂടി ഗവൺമെന്റ് കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി രൂപയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. 7 ക്ഷേമനിധികൾ തകർന്നു. ഇത്രയും തകർക്കാനേ പറ്റിയുള്ളൂ. ഇത്രയും. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ പരിതാപകരമായ അവസ്ഥയിൽ കേരളം ആക്കി വച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത്. നമ്മളിനി കേരളത്തിന്റെ പ്രതിപക്ഷം മാത്രമല്ല, നമ്മളിനി അധികാരത്തിലേക്ക് വരേണ്ട മുന്നണി കൂടിയാണ്. ഇവര് തകർത്ത കേരളത്തെ UDF പുനർജനിപ്പിക്കും. അതാണ് വാക്ക്. കഴിഞ്ഞ 2 വർഷക്കാലം കഠിനാധ്വാനം ചെയ്ത്, ഗവേഷണ തുല്യമായ ഗ്രഹപാഠം ചെയ്ത്, രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരുമായി ആലോചിച്ച്, ഇന്ത്യ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പ്രസ്ഥാനം വരാത്ത തയ്യാറെടുപ്പോടു കൂടിയാണ്, സർവസന്നാഹത്തോടു കൂടിയാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. ഇവര് തകർത്ത സമ്പദ് വ്യവസ്ഥ നമ്മൾ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, തന്ത്രപൂർവമായ നികുതി ഭരണം കൊണ്ട്, ഖജനാവിന്റെ ചോർച്ചയടയ്ക്കാൻ കാർക്കശ്യമായ നിലപാടെടുത്തുകൊണ്ട്, സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന ബാലഗോപാലന്റെ ഖജനാവ് നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. അതാണ് ഒരു ഗവൺമെന്റിന്റെ ആദ്യത്തെ ജോലി. അത് ചെയ്താൽ സാധാരണക്കാരനെ, പാവപ്പെട്ടവനെ, ഇടത്തരക്കാരനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി, അവന്റെ കണ്ണീരൊപ്പി, അവന്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. നമ്മൾ 1.5 കൊല്ലം മുമ്പ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ശരിയായില്ലേ? ഇപ്പോ വയറ്റിൽ കത്രികയാണ് 5 കൊല്ലമായിട്ട്. അത് പറയാണ് ഒരു 60 കൊല്ലം കത്രിക കിടന്നാലും കുഴപ്പമില്ല. ഇവരുടെയൊക്കെ വയറ്റിലായിരുന്നെങ്കിലോ? ഇടത്തേക്കാലിൽ അസുഖമായിട്ട് പോയാൽ വലത്തേക്കാലും മുറിക്കും, വലത്തേക്കാലിന് കൈക്ക് അസുഖമായിട്ട് പോയാൽ ഇടത്തെ കൈ മുറിക്കും. എന്തെല്ലാം വാർത്തകളാണ് കേരളത്തിൽ നിന്ന് വരുന്നത്. അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി എൻ്റെ അമ്മയെ ആ കണ്ണൂരിൽ നടന്ന നാടകം, അഭിനയം എന്തായിരുന്നു? ഞാൻ രാവിലെ രമേശ് ചെന്നിത്തലയുടെ വഴക്കിട്ടു.
രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞു അവർക്ക് ഉർവശി അവാർഡിന് ശുപാർശ ചെയ്യണം, ഏറ്റവും മികച്ച നടികളാണ്. ഞാൻ പറഞ്ഞു ശരിയല്ല, ഓസ്കാർ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ രമേശ് എഗ്രി ചെയ്തു. കാരണം സാധാരണ അഭിനയമൊന്നുമല്ല അഭിനയിച്ചത്. ആ MP ഗോവിന്ദൻ എന്ന് പറഞ്ഞ കേട്ടോ, KSUക്കാർ വന്ന് കഴുത്തിന്റെ മന്ത്രിയുടെ കഴുത്തിങ്ങനെ പിരിച്ചു, പെടലി കൈ വളച്ചൊടിച്ചു. ഇതുപോലെ പച്ചക്കള്ളം പറയുന്നവരാണ് പ്രധാനപ്പെട്ട സ്ഥാനത്ത് കേരളത്തിൽ ഇരിക്കുന്നത്. മുദ്രാവാക്യം കേട്ടിട്ട് ഒരാളുടെ പെടലി വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ലോകത്ത് സംഭവിക്കുന്നത്. ഗിന്നസ് ബുക്കിൽ പേര് വരേണ്ടതാണ്. എന്നിട്ട് അതിന്റെ പേരിൽ നടത്തിയ അക്രമം, കലാപം, വീടിന് ബോംബെറിയുക, നമ്മുടെ കുട്ടികളെ പിടിച്ച് വധശ്രമത്തിന് ജയിലിലാക്കുക, ചെവിയിൽ നുള്ളിക്കോനാണ് എനിക്ക് പറയാനുള്ളത്. ചെവിയിൽ നുള്ളിക്കോ. ഇത് പഴയ UDF അല്ല. ആ ഉമ്മൻചാണ്ടി സാറൊക്കെ പറയും പോട്ടെ 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 എന്ന് പറയും. നമ്മൾ പറയില്ല, സത്യമായിട്ടും പറയില്ല. അനാവശ്യമായി നമ്മളെ ദ്രോഹിച്ച ആളുകളൊക്കെ ചെവിയിൽ നുള്ളിക്കോ. UDF വരുന്നുണ്ട്, ഒരു സംശയം വേണ്ട. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരിക. ഇവര് വെന്റിലേറ്ററിലാക്കിയ ഈ ആരോഗ്യ കേരളത്തെ നമുക്ക് ആരോഗ്യമതിയാക്കി കേരളത്തിലൂടെ നടത്തണ്ടേ? അതിനാണ് സമഗ്രമായ ഒരു ആരോഗ്യ രേഖ ചരിത്രത്തിലാദ്യമായി ഒരു പ്രതിപക്ഷം അവതരിപ്പിച്ചു. ഞാൻ വിശദാംശങ്ങൾ പറയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, അത് നമ്മൾ നടപ്പാക്കും. നടപ്പാക്കി കഴിഞ്ഞാൽ ലോക രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സ തേടി നമ്മുടെ കേരളത്തിൽ എത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആവും കേരളം. നോക്കിക്കോ നിങ്ങൾ, നമ്മുടെ കുട്ടികൾ 40-50 ലക്ഷം രൂപ മുടക്കി വിദേശത്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോവാം. UDF വരുമ്പോൾ അവർ ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ, UK പോയി പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിലെ പ്രോഗ്രാമുകൾ നമ്മൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിക്കും. അവരിവിടെ പഠിക്കും. പഠിച്ച് പുറത്തു വരുമ്പോൾ ഒന്നുകിൽ തൊഴിൽ അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം, അതിനായുള്ള സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി നമ്മൾ അടുത്ത ദിവസം പ്രഖ്യാപിക്കുക. കാർഷിക മേഖലയിൽ നല്ല പാക്കേജ്, അംഗൻവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, ലോട്ടറി തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ, KSRTC പെൻഷൻകാർ, അവർക്കെല്ലാം എന്തു ചെയ്യണം, അവരെ എങ്ങനെ സഹായിക്കണം എന്ന കൃത്യമായ തീരുമാനങ്ങൾ UDF-നുണ്ട്. ഇനിയൊരു സ്വപ്ന തുല്യമായ പദ്ധതിയുണ്ട്. കേരളത്തിന് 600 കിലോമീറ്റർ കടലാണ്, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട്, ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്, 17 മിനി തുറമുഖങ്ങളുണ്ട്. ഇതിനെയെല്ലാം സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും. ഈ റോഡിലൂടെ പോകുന്ന ചരക്ക് കയറ്റിയ വാഹനങ്ങളുടെ 70% ചരക്കുകൾ ഇതിന്റെ 1/4 ചെലവിൽ കടലിലൂടെ പോകും. 2ാം ഘട്ടത്തിൽ ക്രൂയിസ് ഷിപ്പിംഗ് പാസഞ്ചേഴ്സ് വരും. 3ാം ഘട്ടത്തിൽ നദികളുമായി സംയോജിച്ച സമഗ്രമായ ടൂറിസം പദ്ധതി. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള UDF-ന്റെ സ്വപ്ന പദ്ധതിയാണ്. ഇത് തയ്യാറാക്കിയ അന്താരാഷ്ട്ര വിദഗ്ധർ പറഞ്ഞത് കേരളം പോലെ ഇത്തരം ഒരു പരിപാടി നടത്താനുള്ള മനോഹരമായ ഒരു സ്ഥലം വേറെയില്ലെന്നാണ് ലോകത്ത്. നമുക്ക് ചെയ്യണ്ടേ? 4 അന്താരാഷ്ട്ര എയർപോർട്ടുകളുണ്ട്. അതെല്ലാം സംയോജിപ്പിച്ച് 27 ഏവിയേഷൻ പ്രോജക്റ്റുകൾ വരും. എല്ലാം തയ്യാറായിട്ടാണ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഇനി നമ്മുടെ കേരളം പുറകിലേക്ക് നടക്കില്ല. ഇനി നമ്മുടെ കേരളം മുന്നിലേക്ക് കുതിക്കും. എല്ലാ പരിപാടിയും ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നില്ല, കുറച്ച് സസ്പെൻസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകും, അവർ ഭരണമാറ്റത്തിന് വേണ്ടിയല്ല മാത്രമല്ല വരുന്നത്, അവർ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് മലയാളിക്ക് ബോധ്യമാകും. ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് വർഗീയത. സംഘപരിവാറുകാരെ നമുക്കറിയാം, നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് വിഷമം വരും. അവർ നമ്മളെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി, അപ്പോഴാണ് അവർക്ക് സന്തോഷമാകുന്നത്. എൻ്റെ സങ്കടം, സംഘപരിവാറിന്റെ വഴിയിലൂടെ കേരളത്തിലെ CPM സഞ്ചരിക്കുന്നു. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഇപ്പോൾ ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ വർഗീയതയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷെ നമുക്ക് നിലപാടുണ്ട്. ഇവിടെ ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികളുടെ കൈകളിലേക്ക്
കേരളത്തിലെ CPM തീപ്പന്തമാണ് എറിഞ്ഞു കൊടുക്കുന്നത്. അത് കെടുത്താനുള്ള ആർജവം കേരളത്തിലെ UDF-നുണ്ട്. നമ്മൾ ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും. ഏത് കോലാകൊമ്പം വന്ന് വർഗീയത പറഞ്ഞാലും നമ്മൾ അതിനെ ശക്തിയായി എതിർക്കും. ന്യൂനപക്ഷ വർഗീയതയും വേണ്ട, ഭൂരിപക്ഷ വർഗീയതയും വേണ്ട. ഇനി ചിലർ വരും തെരഞ്ഞെടുപ്പ് കാലത്ത്, ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്, അതുകൊണ്ട് പേടിപ്പിക്കുക. വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയാൻ നിൽക്കരുത് എന്ന് അവരുടെ മുഖത്ത് നോക്കി UDF പറയും. ഞാൻ പറയുന്നത് പിണറായി വിജയനും VD സതീശനൊക്കെ കുറച്ചു നാൾ കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഓർമ്മയാകും. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും, നമ്മുടെ ഈ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും. അവർ ജീവിക്കുന്ന കേരളത്തിലെ സൗഹാർദ്ദം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിന് സമ്മതിക്കില്ല. എന്നോട് ചിലർ ഫോണിൽ വിളിച്ചു ചോദിച്ചു, എന്തിനാ ഇത്ര കട്ടിക്ക് പറയണത്? ഞാൻ കരുതുന്നത് മതേതര കേരളം നമ്മുടെ ഈ മതേതര നിലപാടിനെ ഇരുകൈകളും നീട്ടി അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ കേരളം തലയെടുപ്പോടുകൂടി രാജ്യത്തിന്റെ മുഖത്ത് നോക്കി പറയും, ഇതാണ് മതേതര കേരളമെന്ന്. ആ അഭിമാനത്തിലേക്ക് നമുക്ക് നമ്മുടെ കേരളത്തെ കൂട്ടിക്കൊണ്ടുപോകണം. ഈ CPM എന്താണ് ചെയ്യുന്നത്? മോഷ്ടിച്ച് അമ്പലത്തിൽ കയറി മോഷ്ടിച്ചു. ഇപ്പൊ അവസാനം സ്വന്തം രക്തസാക്ഷികളുടെ ഫണ്ട് വരെ അടിച്ചു മാറ്റി തുടങ്ങി. രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് കേരളത്തിലെ CPM-ന് ലോട്ടറി അടിക്കുന്ന പോലെ, ബമ്പർ അടിക്കുന്ന പോലെ. എന്നിട്ട് അത് ചൂണ്ടിക്കാണിച്ചവരാണ് പുറത്താക്കുന്നത്, കട്ടവനെയല്ല. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്ന 3 CPM നേതാക്കൾ ജയിലിലാണ്. എന്തൊരു അഭിമാനമാണ് CPM-ന്. സ്വർണം മാത്രമല്ല, ശ്രീകോവിലിന്റെ മുന്നിലുണ്ടായിരുന്ന അതിമനോഹരമായ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം ഈ നേതാക്കൾ, CPM നേതാക്കൾ കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. കോടതിയാ പറഞ്ഞത്. എന്നിട്ട് ഈ കള്ളന്മാര് അതിന് പകരം വ്യാജമായ ഒരു മോൾഡ് ഉണ്ടാക്കി ചെമ്പില്. അത് എന്തോ പൂശിയിട്ടാണ് ഇപ്പൊ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ കള്ളത്തരത്തിന്റെ ആഴം കോടതി തന്നെ പറഞ്ഞു. 2019 തുടങ്ങിയതാണ് ഈ കളവ്. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാരെന്ത് ചെയ്യും? വീണ്ടും കക്കും. അത് തന്നെ കോടതി പറയും. 2024 ആയപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയാണ്, വീണ്ടും പൂശണമെന്ന്. വീണ്ടും പൂശണമെന്ന് വെച്ചാൽ വീണ്ടും കക്കണമെന്നാണ്. കോടതി ഇടപെട്ടു. ഞാൻ കരുതുന്നത് സാക്ഷാൽ അയ്യപ്പൻ ഇടപെട്ടാണ്. അയ്യപ്പന് മനസ്സിലായില്ലെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി ഇവന്മാരെ അടിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിണറായി വിജയൻ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര അയ്യപ്പ ഭക്തി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതെന്തായത്? അതാ ആഗോള അയ്യപ്പ സംഗമം. അയ്യപ്പനേക്കാൾ വലിയ പണം വെച്ചിരിക്കുകയാണ് ആരുടെ? പിണറായി വിജയന്റെ. എന്താന്നൊരു പിടിയും കിട്ടിയില്ല. കഴിഞ്ഞ ആഴ്ച മനസ്സിലായി. ഇപ്പൊ കണക്കുണ്ടല്ല, കണക്ക് യോജിക്കുന്നില്ല. 600 പേര് പങ്കെടുത്ത പരിപാടിയുടെ ചെലവ് എത്രയെന്നറിയാം? 12 കോടി. ആ കള്ളക്കണക്ക് വായിച്ചാൽ ചിരിച്ചു മണ്ണ്. 600 പേര് പങ്കെടുത്ത പരിപാടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച എത്ര പേരാന്നറിയാം? 3000 പേര്. ഉച്ചയ്ക്ക് ലഞ്ച് 4000 പേര്. അത്താഴം 5000 പേര്. ആലോചിച്ച് കേട്ടക്കവരെ അടിച്ചു മാറ്റി. നന്ദഗോപ ഭജന സംഘം ഗാനമേള നടത്തി 8 ലക്ഷം രൂപ എഴുതിയെടുത്തു. ആ ഗാനമേള ട്രൂപ്പ് വരണത് ഞങ്ങൾ ആ പരിസരത്തേക്ക് പോയിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ UDF-ന്റെ MLA കൊട്ടാരക്കരയിൽ ജയിപ്പിച്ചാൽ ആ MLA-യുടെ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വരും. വാക്കാ ജയിപ്പിക്കണം. അത് നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ ഇത് മതിയല്ലോ, ഇത് കണ്ടാ മതി. ഞാൻ എൻ്റെ മുമ്പിലേക്ക് നിന്നിരിക്കുന്ന ആളുകളെയും എൻ്റെ പുറകിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഉറപ്പിന്റെ പിൻബലം, നിങ്ങളുടെ ശക്തി എന്താണ്. നമ്മൾ ജയിക്കും, ഉറപ്പായി ജയിക്കും. കൊല്ലത്ത് നമ്മൾ വിസ്മയങ്ങൾ ഉണ്ടാക്കും. ഈ കൊല്ലം ജില്ലയിൽ ഇനി വിശ്രമമില്ലാതെ പോരാളികളെ പോലെ പ്രവർത്തിച്ച് ആ ലക്ഷ്യം നേടണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ച് നിങ്ങൾ നൽകിയ ഈ ആവേശകരമായ സ്വീകരണം ഹൃദയത്തിൽ സൂക്ഷിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തി.